നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീനയ്ക്ക് കിരീട സാധ്യതയുണ്ടോ? വേൾഡ് കപ്പിലെ മികച്ച ടീമുകൾ ഏതൊക്കെയാണ്? ഫൈനലിലെത്താൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെ സംസാരിക്കുന്നത് ലയണൽ സ്കലോനിയാണ്, അർജൻറ്റീനയുടെ കോച്ച്. നിലവിലെ ലോക ചാമ്പ്യന്മാരുടെ കോച്ച് കളിയെ വിലയിരുത്തുകയാണ്. അദ്ദേഹം ഒലയുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ TYC സ്പോർട്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അർജൻറ്റീന ഏതൊരു വേൾഡ് കപ്പിന് പോകുമ്പോഴും അർജൻറ്റീന ഓൾവേസ് ഒരു കണ്ടൻഡറാണ്, കിരീട സാധ്യതയുള്ള ടീമാണ്. നമുക്ക് 2006 എടുത്താൽ തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ടീമിനെ കുറിച്ചുണ്ടായിരുന്നത്. ഒരു ഫാൻറ്റാസ്റ്റിക് ടീമായിരുന്നു. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താൻ അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻക്രെഡിബിൾ ടീമാണ്. നല്ല രൂപത്തിൽ കളിച്ചിട്ടുമുണ്ട്. വിജയിച്ചില്ല. ഇപ്പം അങ്ങനെയാണ്, വേൾഡ് കപ്പ് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ വിജയിക്കില്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ. ചിലപ്പം ബോൾ ഗോളാവും, അല്ലെങ്കിൽ ഗോളാവില്ല. അങ്ങനെ തന്നെയല്ലേ. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ അറിയുക, നമ്മുടെ ട്രഡീഷൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ കൾച്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ബാക്കി കളിക്കളത്തിൽ അതിൻ്റെ റിസൾട്ട് വരട്ടെ. അങ്ങനെ ഞാനിതിനെ കാണുന്നുള്ളൂ. പിന്നെ ഇത്തവണത്തെ സാധ്യത ആർക്കാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ഓരോ ടീമിനെയും കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അർജൻറ്റീന തീർച്ചയായിട്ടും ഇത്തവണത്തെ കിരീട സാധ്യതയുള്ള ടീമാണ്. അർജൻറ്റീന മാത്രമല്ല, എനിക്കറിയില്ല ആര് വിജയിക്കുമെന്ന്. പക്ഷേ ഒരു 10-12 ടീമുകൾ ഫൈനലിലെത്താൻ കപ്പാസിറ്റിയുള്ള ടീമുകളുണ്ട്. ഞാൻ പറയുമ്പോൾ സ്പെയിന്, ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ബ്രസീൽ, കൊളംബിയ, ഉറുഗ്വായ്, അർജൻറ്റീന, മൊറോക്കോ, ക്രൊയേഷ്യ, ഈ ടീമുകൾക്കൊക്കെ ഇത്തവണ നല്ല സാധ്യതയുണ്ട്, ഫൈനലിലെത്താനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കോച്ചിൻ്റെ ഒരു നിരീക്ഷണം. ഈ ടീമുകളൊക്കെ മികച്ച ടീമുകളാണ് എന്നാണ് ലയണൽ സ്കലോനി വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. നല്ല ടീം ഉണ്ടാവുകയും നന്നായി കളിച്ചാലും മാത്രം പോരാ, പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായി സംഭവിക്കണം. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജൻറ്റീന വിജയിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ്. ഈ റീസെൻ്റ്ലി വേൾഡ് കപ്പ് കിരീടം ചൂടിയ ടീമുകളിൽ ഇത്രമാത്രം പ്രതിസന്ധികൾ തരണം ചെയ്ത് കിരീടം ചൂടിയ ഒരു ടീമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി നോക്കാം. നമ്മൾ നന്നായി കളിച്ചാൽ മാത്രം പോരാ, ഒരു ലീഡിങ് ടീം ഉണ്ടായാൽ മാത്രം പോരാ, ഒരു ബിഗ് ടീം ഉണ്ടായാൽ മാത്രം പോരാ. ഒരുപാട് കാര്യങ്ങൾ, ഫാക്ടേഴ്സ് നമുക്ക് അനുകൂലമായിട്ട് സംഭവിക്കണം, നമ്മുടെ വഴിയിൽ സംഭവിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ വേൾഡ് കപ്പ് എടുത്ത ടീമുകളിൽ ഏറ്റവും അധികം ഒബ്സ്റ്റക്കിൾസ്, ബുദ്ധിമുട്ടുകൾ മറികടന്നെത്തിയ ടീം ഞങ്ങളായിരിക്കും. കാരണം ഞങ്ങൾ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയുണ്ടായി. അതിനുശേഷം നെതർലൻഡ്സുമായിട്ടുള്ള കളിയിൽ അവസാന മിനിറ്റിൽ ഞങ്ങൾ സമനില വഴങ്ങി. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് കടന്നു കയറിയത്. ഫ്രാൻസിനെതിരെയാണെങ്കിൽ ഞങ്ങൾ 2-0 മുന്നിൽ നിന്നിട്ട് പിന്നെ സമനിലയായി. പിന്നെ കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തീരുമാനമാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി കിരീടം ചൂടിയ ടീമാണ് ഞങ്ങൾ. സോ വേൾഡ് കപ്പിൽ കിരീടം ചൂടുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. മികച്ച ടീം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുകൂടി സ്കലോനി ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.